നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലായി ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഉപയോഗിച്ച ഒരു വിടുതലിന്റെ പദമാണ് യഫത. ബൈബിളിൽ അതിന് സമാനമായ ചില വാക്യങ്ങൾ യെശയ്യാവിന്റെ പ്രവചനത്തിൽ കാണുന്നുവെങ്കിലും യഫത എന്നുള്ള പദം മറ്റെങ്ങും കാണുന്നില്ല. ഒരു മനുഷ്യന് വേണ്ടി കർത്താവ് അത് ഉപയോഗിച്ചു. ആ മനുഷ്യനെ യേശു കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി യേശുവിന്റെ കൈവപ്പിനായിട്ട് ചിലർ കൊണ്ടുവന്നു. യേശു അവന്റെ ചെവിയിൽ വിരലിട്ടിട്ട് അവന്റെ നാവിൽ തൊട്ടു. എന്നിട്ട് യേശു നെടുവീർപ്പിട്ടു. അവന്റെ മേലുള്ള 2 ബന്ധനങ്ങളായിരുന്നു. ഒന്ന് നാവിന്റെ കെട്ട്, മറ്റൊന്ന് ചെവിയുടെ ബന്ധനം. ചെവി കേൾക്കാൻ പറ്റാത്തവൻ, വിക്കി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടി അരാമ്യ ഭാഷയിലുള്ള യഫത എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്, ഇടപെടാൻ പോവുകയാണ്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, യഫത. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം, യഫത. ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ശക്തിയോടെ നമുക്ക് ഏറ്റുപറയാം, യഫത തുറന്നു വരട്ടെ. നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകൾ തുറക്കണം. ആത്മകണ്ണുകൾ തുറക്കുമ്പോൾ ആത്മാവിന്റെ വെളിപ്പാടുകൾ, ദർശനങ്ങൾ കാണുവാൻ കഴിയും. നമ്മുടെ ചെവികൾ തുറക്കണം. ദൈവ ശബ്ദത്തിന് വേണ്ടി നമ്മുടെ ചെവികൾ തുറക്കണം. നമ്മുടെ അധരം തുറക്കണം. അധരത്തിന്റെ കെട്ടുകൾ കഴിയണം. ആരാധനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി, പ്രവചിക്കുവാൻ വേണ്ടി ഇന്ന് പകൽക്കാലം നിന്റെ അധരത്തിന്റെ കെട്ടുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഴിക്കട്ടെ. യഫത.